+2 സേ എഴുതുന്ന കുട്ടികൾക്ക് ഒരു നല്ല സന്തോഷ വാർത്തയാണ്. ഈ വീഡിയോ മൊത്തം നിങ്ങൾ കാണുക. അതിന് മുമ്പേ ഉറപ്പായിട്ട് മറ്റൊരു കാര്യമായിട്ട് പറയുന്നു, ഓൺലൈൻ ബാച്ചസ് എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം മുതൽ പഠിക്കാം. 10-27 ദിവസം ഇനിയുണ്ട്. തുടങ്ങുന്നതേ ഉള്ളൂ, തുടങ്ങി വരുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് അടിപൊളിയായിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ടൈം ടേബിളും റിവിഷൻ ക്ലാസ്സും നോട്ട്സും കിട്ടലിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചാണ് ചേർന്ന കുട്ടികൾക്ക്. ആരോട് ചോദിച്ചാൽ അറിയാം, അടിപൊളിയായിട്ടാണ് കൃത്യം പാറ്റേണിൽ ഓരോ ദിവസവും പക്ക കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. ചേരാനുള്ളവർക്കെല്ലാം നിങ്ങൾ മെസ്സേജ് അയച്ചു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ ഉള്ള പറയുന്നത് മാക്സിമം റിപ്ലൈ തരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അയച്ചു ഇതാക്കുക. വ്യാഴാഴ്ച, നാളെയും വെള്ളി ശനി ഈ 3 ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. അടുത്ത തിങ്കളാഴ്ചയും വരെ പുത്തൻ ബാച്ചസ് ഉണ്ട്. ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടുകയും ചെയ്യും. അധികം ക്ലാസ്സുകളായിട്ടും ഇല്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ചേരാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്ട്സ് നമ്പറും +2 സേ ഡീറ്റെയിൽസ് അയയ്ക്കുക. സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും. ഇനി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. +2കാർക്ക് സേക്കാർക്ക് സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സുകാരുടെ വിജയ ശതമാനം 99.99.6 അല്ലെങ്കിൽ 99.7 ഇത് 71,000 കുട്ടികൾക്ക് ഫുൾ A+. നമ്മുടെയൊക്കെ കണ്ണ് തള്ളിയ റിസൾട്ടാണ്. അന്നേരം ഇത് ഈ വട്ടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത വർഷം മുതൽ ഇതിന് SSLCക്ക് മിനിമം മാർക്കിൻ്റെ കാര്യങ്ങളെല്ലാം കയറി വരാൻ പോവുകയാണ്. അന്നേരം ഈ പരിപാടി നിന്നല്ലോ. അന്നേരം SSLCക്കാർക്ക് ഏകദേശം പൂട്ട് വീഴാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് ഇതുപോലെ റിസൾട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലില്ല. +1 ഓൾറെഡി എന്ത് ചെയ്തു? നിങ്ങൾക്ക് +2കാർക്ക് എഴുതുന്നവർക്ക് അറിയാം, ഇമ്പ്രൂവ്മെൻറ്റ് നിർത്തലാക്കി. ഇനി +2 ഇപ്പം നിങ്ങൾ എഴുതിയ +2ൻ്റെ മാർച്ച് എഴുതിയ പരീക്ഷയ്ക്ക് വിജയ ശതമാനം 5% കുറഞ്ഞു. പക്ഷേ സേ കുട്ടികൾക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് കുറേ പുത്തനായിട്ടുള്ള ആ പഴയ കാര്യങ്ങളും പുത്തനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണം ചോയ്സ് ഉണ്ട്. +2 മാർച്ചിലെ കൂട്ട് ചോയ്സുകളുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റമില്ല, സിലബസിൽ മാറ്റമില്ല. ഈ രീതികളെല്ലാം ഒരുമിക്കുന്ന ഒരു പക്ഷേ ഒരു ലാസ്റ്റ് പരീക്ഷയാകാൻ ചാൻസ് ഉണ്ട്. അത്ര നിങ്ങൾക്ക് വരെ ആശ്വസിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അടുത്ത വർഷം ഇതിനൊക്കെ ടൈറ്റ് ആക്കും. സേ പരീക്ഷ ടൈറ്റ് ആക്കും, മാർച്ചിലെ പരീക്ഷ ടൈറ്റ് ആക്കും. കാരണം ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഈ വട്ടം എഴുതിയെടുത്ത് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം എല്ലാവരും. മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം അടുത്ത വർഷമൊക്കെ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പം നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട്. ഒരുപക്ഷെ ഈ ചോയ്സുകൾ, ക്വസ്റ്റ്യൻ്റെ ചോയ്സുകളെല്ലാം അങ്ങ് മാറ്റുകയാണ്. ഇത്ര ക്വസ്റ്റ്യൻ, ഇത്ര പണ്ടങ്ങനെ ആയിരുന്നു +2ൻ്റെ ഇത്ര മാർക്ക് 60 മാർക്ക് തന്നെ എഴുതണം. ഇപ്പോൾ 80-85 മാർക്കിൽ 60 മാർക്ക് എഴുതിയാൽ മതി. ഇത് 60 മാർക്ക് എഴുതണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം പോയി. അന്നേരം അങ്ങനെ ഒന്നുമില്ല. ഈ വട്ടം എല്ലാ സുഖ രീതികളോടുകൂടിയുള്ള പരീക്ഷ എഴുതാം. ഇപ്പോഴത്തെ +2 2024 ഓർത്ത് വെച്ചേക്കുക. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം എഫേർട്ട് എടുത്ത് ഈ വർഷം എന്ത് ചെയ്യണം? പഠിച്ചെഴുതി എടുക്കണം. അത് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. ഞാൻ ആദ്യ വീഡിയോ ഇതാണ്, 80,000 കുട്ടികളോളം തോറ്റപ്പോൾ അതിൽ നിന്ന് 80,000 പേര്, ഏകദേശം 80,000 പേരും ജയിച്ചു കയറണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത്. ഒരിക്കലും വിട്ടുകളയാൻ തോന്നരുത്. അതിന് പകരം ഞാൻ വേറൊരു കോഴ്സ് എടുത്ത് എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ റെഡിയായി കയറിക്കോണം. ഇത് കിട്ടുന്ന അവസരം പൊന്നാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസാണ്. അധ്യാപകരുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒക്കെ അധ്യാപകരോട്ടൊക്കെ സഹകരിക്കുന്നു. പല ഗ്രൂപ്പുകളിലും ഒക്കെ മെമ്പറായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നത്. അവസരങ്ങൾ കളയരുത്. മാക്സിമം ഈ വട്ടം സേ എഴുതിയെടുത്തോണം. ഈ വട്ടം പൊന്നും ചാൻസാണ്. നല്ല ചാൻസുകൾ കിട്ടും. അത്യാവശ്യം പഠിച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ, സംഭവങ്ങളെല്ലാം നമ്മളെല്ലാം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്ന കുട്ടികൾക്ക്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പരീക്ഷയ്ക്ക് പോയി ധൈര്യമായിട്ട് എഴുതി പാസ്സായി. ഓക്കെ, നേരത്തെ പഠിച്ചതിനെക്കാട്ടി ഡബിൾ മാർക്കിൽ കൂടുതൽ ചിലപ്പം കിട്ടുകയും ചെയ്യുന്നല്ല കിട്ടും. അന്നേരം കളയരുത് അവസരം. എല്ലാ കുഞ്ഞുങ്ങളും ഗംഭീരമായി പഠിക്കുക. ഓൺലൈനിൽ ചേരാവുന്ന കുട്ടികൾക്കെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയക്കാം. ചേരാം. മെസ്സേജ് അയക്കാത്തവർക്കെല്ലാം മെസ്സേജ് റിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ തന്നെ റിപ്ലൈ ചെയ്യും കേട്ടോ. സ്റ്റാഫിനെ ഏൽപ്പിക്കത്തില്ല. അന്നേരം എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.